ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ അൽബേനിയ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് ബസ്സിന് ബ്രിസ്റ്റോൾ ബസ് സ്റ്റേഷനിൽ പോകും. അവിടുന്ന് നാഷണൽ എക്സ്പ്രസ്സിനാണ് ലൂട്ടണിലേക്ക് പോകുന്നത്. നമുക്കൊരു 5 മണിക്കൂർ അല്ലേ ബസ് കയറി ഇറങ്ങി വേണം പോകാൻ. മൊത്തം ഇവിടുന്ന് ഒരു 5 മണിക്കൂർ. രാത്രി 8:45 ബ്രിസ്റ്റോൾ കോച്ച് സ്റ്റേഷനിൽ നിന്ന് ബസ് വരുന്നത്. അവിടുന്ന് വിക്ടോറിയ സ്ട്രീറ്റ് വരെ ഒരു ബസ്, പിന്നെ വിക്ടോറിയ സ്ട്രീറ്റിൽ നിന്ന് ലൂട്ടണിലേക്ക്. അവിടുന്ന് നാളെ രാവിലെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. പിന്നെ സമയം അത്ര ഇല്ല, ഒരു 4 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉള്ളു. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് തുടങ്ങിയാണ്. കൂട്ടുകാരെ, അപ്പം ഞങ്ങളിവിടെ ബ്രിസ്റ്റോൾ ബസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് വേറൊരു ബസ് ഉണ്ട്, അത് കയറി ഇവിടെ വന്ന് ഇറങ്ങി. ഇനി ഒരു മണിക്കൂർ താമസമുണ്ട്. 8:45 ബസ്. ഇവിടെ നമ്മൾ നേരെ വിക്ടോറിയ സ്ട്രീറ്റ്, അവിടുന്ന് പിന്നെ നാഷണൽ എക്സ്പ്രസിൻ്റെ തന്നെ കണക്ഷൻ ബസ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട്, ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് UK വന്ന് UK നിന്ന് പിന്നെ വേറെ രാജ്യത്തോട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇരിക്കുകയാണ്. പിന്നെ ടെൻഷനും ഉണ്ട്, ആദ്യമായിട്ടാണ് പോകുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ടെൻഷനും ഉണ്ട്. ലൂട്ടൺ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വന്ന വണ്ടിയാണിത്, ബസ്. ഈ ബസ്സാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നടക്കുകയാണ്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി അകത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സമയമായില്ല, നമ്മൾ ഇച്ചിരി ഗേറ്റ് ഓപ്പൺ ആയില്ല. 3:40 വരാനാണെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വിട്ട്. ഒന്നും ഓപ്പൺ ആയില്ല. ഞങ്ങൾ ആവേശമൂത്ത് ആദ്യം വന്ന് കയറി ചെന്നു, പക്ഷേ അതിനുള്ള സമയമായില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാം. ചെക്കിനെല്ലാം കഴിഞ്ഞായിരുന്നെങ്കിൽ ഒരു സമാധാനം ആയേനെ. കൊണ്ടുപോയില്ലേന്ന് അതിൻ്റെ ടിക്കറ്റ് എല്ലാം എടുത്തത് നമ്മൾ തന്നെയാണ്. ഈ വിസയുടെ പരിപാടിയെല്ലാം ചെയ്തെല്ലാം നമ്മൾ തന്നെ ആയതുകൊണ്ട് പൈസ മാറാനായിട്ട് വന്നതാണ്. നമ്മളെ പൗണ്ട് നമ്മൾ യൂറോയിലോട്ട് മാറ്റാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ പുറകെ കാണുന്നതാണ് കറൻസി എക്സ്ചേഞ്ച് ഓഫീസ്. നമ്മൾ ഇന്നത്തെ റേറ്റ് നോക്കിയപ്പോൾ യൂറോ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം, പക്ഷേ മാറാൻ നിന്നപ്പോൾ അവന്മാർ ഒരുമാതിരി നമ്മളെ എന്താ പറയുക പറയുന്നത് ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഇനി ഈ അൽബേനിയയിലോട്ട് പോകാൻ വരുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നമ്മുടെ UK തന്നെ ഒരുപാട് അടുത്ത് ഇതുപോലെ അത്യാവശ്യം നല്ല റേറ്റ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക. എത്തിയിട്ട് നമുക്ക് നല്ല റേറ്റ് കിട്ടുന്നത് നോക്കി മാറാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് മാറിയിട്ടില്ല, അവിടെ ചെന്നിട്ട് വേണം മാറാൻ. എന്തായാലും ഇവിടെ വന്നിട്ട് ലൂട്ടണിൽ വന്നിട്ട് എയർപോർട്ടിൽ നിന്ന് വെളിയിൽ വന്നൊരിക്കലും പൈസ മാറാതിരിക്കാൻ ശ്രമിക്കുക, നഷ്ടമാണ്. യാത്രയ്ക്ക് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി, ചെക്കിങ് കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. അപ്പം പക്ഷേ നമുക്കൊരബദ്ധം പറ്റി. നമ്മൾ നല്ല രീതിയിൽ വിഷമാവും അല്ലേ? നല്ല വിഷമില്ല വന്ന്. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ അവിടെ ഇവിടുത്തെ ഹോട്ട് ചോക്ലേറ്റും പിന്നെ കഴിച്ചു. 16 പൗണ്ടായി. പക്ഷെ നമുക്കറിയത്തില്ലായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഇവിടെ ലൂട്ടൺ എയർപോർട്ടിൽ നമ്മൾ ചെക്ക് ഇൻ എല്ലാം കഴിഞ്ഞ് മുകളിൽ വരുന്ന സമയത്ത് ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം ഇനി വരുന്നവർക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന്, അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളെ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് കഫേയാണ് ചായവാല. ഈ പേര് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റം സാധനമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്കത് കാണാൻ പറ്റിയെന്ന് തോന്നുന്നു. അത്യാവശ്യം നമ്മളെ ചായയുണ്ട്, പിന്നെ ബട്ടർ ചിക്കൻ റോളുണ്ട്. കൂടുതലും നമ്മളെ നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കൂടുതലും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്കിലും വലിയ ടേസ്റ്റിനൊന്നും കുഴപ്പമില്ലായിരിക്കാം, നമ്മൾ മേടിച്ച് കഴിച്ചില്ലല്ലോ. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ പോലത്തെ നിങ്ങൾക്ക് ഇനി പറ്റാതിരിക്കാൻ നോക്കുക. ഇവിടെ മുകളിൽ നമുക്ക് കഴിക്കാനായിട്ട് ഫുഡ് കിട്ടും. അപ്പോൾ ഇത് ഓർത്ത് വെച്ചു. അപ്പോൾ നമ്മൾ നേരെ ഗേറ്റിൻ്റെ ഭാഗത്തോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകുകയാണ്. ബാക്കി വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അൽബേനിയയിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തിരാനെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. മഴ പെയ്താണ് നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്.
നല്ല മഴയാണ്. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു കാർ റെൻറ്റിന് എടുക്കാൻ വേണ്ടി പോകാൻ നമ്മളെ ഇന്ത്യൻ ലൈസൻസ് മതി. ഇന്ത്യൻ ലൈസൻസിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റും പിന്നെ അത് അവരെടുത്തോളും. പിന്നെ നമ്മളെ പാസ്പോർട്ടും ഇത്രയും മതി നമുക്ക് വണ്ടി എടുക്കാൻ. ഈ കിടക്കുന്ന മൊത്തം റെൻ്റ് കാറാണ് ഇവിടെ ഉള്ളത്. പല ഏജൻസികളുണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇവിടെ നമ്മളെടുത്ത റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഒന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര മഴയുമാണ്. നല്ല സമയത്താണ്. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇന്നെന്തായാലും എങ്ങും പോകണ്ടല്ലേ. ഇന്നിപ്പോൾ സമയം സിറ്റി തന്നെ ജസ്റ്റ് ഒന്ന് അത്യാവശ്യമായിട്ട് ഫുഡ് കഴിക്കണം. വിശന്നിട്ട് പോയി. ഇന്നലെ വല്ലതും കഴിച്ചതാ. അപ്പൊ ഇന്ന് വിചാരിക്കുന്നത് കാര്യം മഴയുമാണ്. പിന്നെ സമയം ഇപ്പോൾ ഒരു 2 മണി കഴിഞ്ഞു. ഇവിടുത്തെ കുറച്ച് കഴിയുമ്പോൾ ഇരുട്ട് വീഴും. അപ്പോൾ അധികം എങ്ങോട്ടും പോകുന്നില്ല. ഒന്ന് സിറ്റിയൊക്കെ ഒന്ന് പോയി നടന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുക. അപ്പോൾ നമ്മൾ ട്രിപ്പ് നാളെ ആണ് തുടങ്ങുന്നത്. നാളെ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ ഒരു ദിവസവും മറ്റന്നാളും നമ്മൾ മാക്സിമം കവർ ചെയ്യുന്നതാണ്. എന്തായാലും അൽബേനിയ ഫുള്ള് കവർ ആകില്ല. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിലോട്ട് പോകണം. ഒന്നെങ്കിൽ നോർത്തിലോട്ടോ അല്ലെങ്കിൽ സൗത്തിലോട്ടോ എവിടെയെങ്കിലും പോകത്തുള്ളൂ. പിന്നെ നമ്മളെ വണ്ടി നമ്മൾ തന്നെ വണ്ടി റെൻറ്റിന് എടുത്തുകൊണ്ട് ഇച്ചിരി ഒന്ന് പരിചയപ്പെട്ട് വരണം. കാര്യം ആദ്യമായിട്ടാണ് ഈ ഒരു ലെഫ്റ്റ് ഡ്രൈവ്. അങ്ങനെ നമുക്ക് കുറച്ച് സമയം പോയായിരുന്നു റെൻറ്റിന് എടുക്കാനും എല്ലാം. പക്ഷേ എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം കുറച്ച് ഇപ്പം ഒന്ന് വണ്ടി ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എങ്കിലും പുതിയ ഈ സ്ഥലങ്ങളെല്ലാം കാണുമ്പോഴത്തേക്ക് എപ്പോഴും ഈ മാപ്പ് നോക്കിയാണല്ലോ നമ്മൾ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇത് താമസമുള്ളൂ. കുഴപ്പമില്ല. അപ്പോൾ നാളെ നമ്മൾ സെറ്റ് ആവും അല്ലേ? നാളെ ഓക്കെ ആവും. നാളെ അക്കോമഡേഷൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. നല്ല റൂമൊക്കെയാണ്. അത്യാവശ്യം ടൗണിൽ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.